നമസ്കാരം. PSC സ്പെക്ട്രത്തിലേക്ക് സ്വാഗതം. വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അതിനകത്ത് കുറച്ചധികം കമൻറ്റുകൾ വന്നിരുന്നു. അതിൽ ഒരുപാട് പേര് ചോദിച്ചതാണ് എങ്ങനെയാണ് വിവരാവകാശം കൊടുക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളൊരു വീഡിയോ ആണിത്. എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു മോഡലാണ് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതോടൊപ്പം വ്യത്യസ്തമായ കുറച്ച് കമൻറ്റുകൾ കൂടി ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ വിവരാവകാശം കൊടുക്കേണ്ടതൊക്കെ ആവശ്യമുണ്ടോ, നന്നായിട്ട് പഠിച്ചാൽ പോരെ എന്നൊരു ടൈപ്പ് കമൻറ്റുകൾ. സുഹൃത്തെ, സത്യത്തിൽ വിവരാവകാശം കൊടുക്കേണ്ടതൊന്നും ആവശ്യമില്ല, നന്നായിട്ട് പഠിച്ചാൽ മതി. ഇഫ് നമ്മുടെ നാട്ടിൽ നന്നായിട്ട് പഠിക്കുന്നവർക്ക് ജോലി വാങ്ങി തരും എന്നുറപ്പുള്ള ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ അത് മാത്രം മതിയായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. താങ്കൾക്കറിയാമായിരിക്കുമല്ലോ, മുൻകാല PSC പഠിച്ച ആൾക്കാരൊക്കെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മുട്ടിലിഴഞ്ഞും ശവപ്പെട്ടി സമരവും മണ്ണ് തിന്ന് സമരവും ഒക്കെ നടത്തി എന്തിനു വേണ്ടിയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. അതേ തുടർന്ന് അതിൽ കുറച്ചു പേർക്ക് നിയമനങ്ങൾ കിട്ടുകയുണ്ടായി. അപ്പോൾ ആ സാഹചര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ വളരെ വ്യത്യസ്തമാണ്. താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം നന്നായി പഠിച്ചാൽ പോരെ എന്നൊരു ചോദ്യം കൂടെയുണ്ട്. സുഹൃത്തെ, താങ്കൾ മനസ്സിലാക്കണം, ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ ഈ LDC അല്ലെങ്കിൽ LGSന്റെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിലിംസിന് അപ്ലൈ ചെയ്ത ഏതാണ്ട് 15 ലക്ഷത്തിന് മുകളിലുള്ള ആൾക്കാരാണ്. അതിൽ കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതിയത് 12 ലക്ഷത്തിന് മുകളിലുള്ള ആൾക്കാരാണ്. അതിനുശേഷം ഈ മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടപ്പോൾ അതിൽ വന്നത് ഏതാണ്ട് 2 ലക്ഷത്തിന് മുകളിൽ ആൾക്കാരാണ് മുഖ്യ പരീക്ഷ എഴുതുന്നതിന് ലിസ്റ്റിൽ വന്നത്. അവരൊക്കെയാണ് മുഖ്യ പരീക്ഷ എഴുതിയത്. ഈ 15 ലക്ഷത്തിൽ നിന്ന് ഈ 2 ലക്ഷം പേരിലേക്ക് എത്തിയപ്പോൾ പഠിക്കാതെയാണ് ഈ ഒരു നമ്പറിലേക്ക് എത്തിയതെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇനി മുൻകാല ലിസ്റ്റുകളിലേക്ക് നോക്കുകയാണെങ്കിൽ, കാരണം ഇപ്പോഴത്തെ ലിസ്റ്റ് വന്നില്ലല്ലോ, മുൻകാല ലിസ്റ്റുകൾ ഈ 2 ലക്ഷം അല്ലെങ്കിൽ ഇത്രയും ഇതിൽ നിന്നൊക്കെ ഒരു ലിസ്റ്റായിട്ട് വരുമ്പോൾ ഒരു 2500 3000 പേരൊക്കെയാണ് ലിസ്റ്റിലുണ്ടാവുക. അപ്പോൾ അവരൊക്കെ പഠിക്കാതെയാണ് ലിസ്റ്റിൽ വന്നതെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതിനുശേഷം അവർ ഈ ഒരു റിസൾട്ടിന് വേണ്ടിയും നിയമനത്തിന് വേണ്ടിയും കാത്തിരിക്കും, അറ്റം വരെ നിൽക്കും. പക്ഷെ അവസാന നിമിഷം എനിക്ക് മുമ്പിലത്തെ ആൾക്ക് വരെ ജോലി കിട്ടി, എനിക്ക് കിട്ടിയില്ല. ആ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും ഒരു ഉദ്യോഗാർത്ഥി ചെയ്യുക? ശ്രദ്ധിക്കണം, പഴയ കാലഘട്ടമല്ല. ഈ കാലഘട്ടത്തിൽ അഭ്യസ്ത വിദ്യരായ വളരെയധികം ചെറുപ്പക്കാരുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതും പരീക്ഷ എഴുതുന്നതും. അപ്പോൾ കോമ്പറ്റീഷൻ ഏത് ലെവലിലായിരിക്കുമെന്ന് താങ്കൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പരീക്ഷ എഴുതി അടുത്തൊരാൾക്ക് നിയമനം കിട്ടുകയാണെങ്കിൽ എനിക്കാണ് കിട്ടുക. ആ സാഹചര്യത്തിൽ ലിസ്റ്റ് തീരാൻ പോകുന്നു, എന്തൊക്കെ ചെയ്യുമായിരിക്കും ഒരു ഉദ്യോഗാർത്ഥി? അപ്പം അങ്ങനെ ഒരു അവസരം ഇനി വരുന്നതിൽ ഒഴിവാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വളരെ നേരത്തെ ഈ വിവരാവകാശം കൊടുക്കുന്നതും PSCക്ക് ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തതും ആ വക കാര്യങ്ങളിൽ നമ്മുടെ കൂട്ടുകാരെല്ലാം അവെയറായിരിക്കുന്നത്. അപ്പോൾ താങ്കൾക്ക് ഈ വക കാര്യങ്ങൾ മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതെല്ലാം കേട്ടിട്ടും താങ്കൾക്കിതൊരു തമാശയായിട്ട് തോന്നുകയാണെങ്കിൽ മറ്റൊരാളുടെ സാഹചര്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് വരെ അതൊക്കെ തമാശകളായിരിക്കും. നമുക്കത് അനുഭവിക്കാൻ പറ്റുമ്പോഴാണ് ആ സാഹചര്യത്തിലെ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കാൻ പറ്റുക. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്ന വിവരാവകാശത്തിന്റെ ഒരു മോഡലാണ് ഞാൻ ഇതിനകത്ത് പരിചയപ്പെടുത്തുന്നത്. പല ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് നമുക്ക് വിവരാവകാശം കൊടുക്കാം, അതിന്റെ വേക്കൻസികൾ അറിയാനൊക്കെ ആയിട്ട്. ഇപ്പോൾ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നതാണ്. അതിൽ 10 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് ഇതൊരു പൂർണ്ണമായ ചോദ്യാവലിയാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇതിനകത്ത് കൂടുതൽ അറിവുള്ള ആൾക്കാർക്ക് അതിനകത്ത് തിരുത്തലുകൾക്ക് സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ അറിവ് വെച്ചിട്ട് കൃത്യമായൊരു വിവരാവകാശം അതാത് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു രീതിയിലാണ് അപേക്ഷ പ്രിപ്പയർ ചെയ്യുന്നത്. ആ ഫോമിന്റെ ഇടത് സൈഡിൽ മുകളിലായിട്ട് കാൻഡിഡേറ്റിന്റെ പേരും അഡ്രസ്സും, അതിന്റെ താഴെ ദ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്നുള്ളത്, അതിന് താഴെയായിട്ട് നമ്മുടെ വിഷയം. ഇപ്പം ഡിപ്പാർട്ട്മെന്റ് ഓഫ് പഞ്ചായത്തിന് കീഴിൽ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വിവിധ സ്ഥാപനങ്ങളിലെ ഓഫീസിലെ LD ക്ലർക്ക് അല്ലെങ്കിൽ സമാന തസ്തികകളിലെ ഒഴിവുകൾ, നിയമനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് താലൂക്ക് അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് സമർപ്പിക്കുന്ന അപേക്ഷ. അതാണിത് നമ്മുടെ അപേക്ഷ. താഴെ അതിന്റെ സെർച്ച് ചെയ്യുന്ന കാലാവധി എന്നാണെന്നും എത്ര പേജ് ഉണ്ടെന്നും കൊടുക്കുന്നു. ഈ അപേക്ഷയുടെ വലത് സൈഡിൽ മുകളിലാണ് 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിക്കേണ്ടത്. ഇനി ഇതിന്റെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് വകുപ്പിലേക്ക് LD ക്ലർക്ക് അല്ലെങ്കിൽ സമാന തസ്തികകളിൽ തിരുവനന്തപുരം ജില്ലയിൽ ആകെ എത്ര ഫ്രഷ് വേക്കൻസികൾ നിലവിലുണ്ട്? ചോദ്യം 1A ആവശ്യപ്പെട്ടിരിക്കുന്ന ഒഴിവുകളുടെ എണ്ണം, സ്ഥാപനത്തിന്റെ പേരുൾപ്പെടെ താലൂക്ക് അടിസ്ഥാനത്തിൽ ലഭ്യമാക്കാമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ പഞ്ചായത്ത് വകുപ്പിലേക്ക് LD ക്ലർക്ക് അല്ലെങ്കിൽ സമാന തസ്തികകളിൽ തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ വന്ന ഫ്രഷ് വേക്കൻസികളിൽ എത്ര എണ്ണം PSCക്ക് റിപ്പോർട്ട് ചെയ്തു? ചോദ്യം 2A ആവശ്യപ്പെട്ടിരിക്കുന്ന വിവരം, താലൂക്ക്, സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഓഫീസിന്റെ പേര്, PSCക്ക് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ എണ്ണം,
റിപ്പോർട്ട് ചെയ്ത തീയതി എന്നിങ്ങനെ പട്ടിക തിരിച്ച് ലഭ്യമാക്കാമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം നമ്മുടെ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിലെ വകുപ്പുകളിലേക്കുള്ള LD ക്ലർക്ക് സമാന തസ്തികകളിൽ തിരുവനന്തപുരം ജില്ലയിൽ ആകെ നിലവിൽ വന്ന ഫ്രഷ് വേക്കൻസികളിൽ എത്ര എണ്ണം PSCക്ക് റിപ്പോർട്ട് ചെയ്തില്ല? ബി. ചോദ്യം 3A ആവശ്യപ്പെട്ടിരിക്കുന്ന വിവരം, താലൂക്ക്, സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഓഫീസിന്റെ പേര്, ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള കാരണം, റിപ്പോർട്ട് ചെയ്യാത്ത ഒഴിവുകളുടെ എണ്ണം എന്നിങ്ങനെ പട്ടിക തിരിച്ച് ലഭ്യമാക്കാമോ എന്നുള്ളത്. നാലാമത്തെ ചോദ്യം നമ്മുടെ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് വകുപ്പുകളിലേക്കുള്ള LD ക്ലർക്ക് സമാന തസ്തികകളിൽ തിരുവനന്തപുരം ജില്ലയിൽ എ. ആകെ എത്ര NJD ഒഴിവുകളാണ് ഉള്ളത്? സബ് ക്വസ്റ്റ്യൻ ബി. ചോദ്യം 4A ആവശ്യപ്പെട്ടിരിക്കുന്ന ഒഴിവുകളുടെ എണ്ണം താലൂക്ക് അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഓഫീസിന്റെ പേര് സഹിതം വ്യക്തമാക്കാമോ എന്നുള്ളതാണ്. അഞ്ചാമത്തെ ചോദ്യം പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് വകുപ്പുകളിലേക്കുള്ള LD അല്ലെങ്കിൽ സമാന തസ്തികകളിൽ തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ വന്ന NJD വേക്കൻസികളിൽ എ. ആകെ എത്ര എണ്ണം PSCക്ക് റിപ്പോർട്ട് ചെയ്തു? ബി. ചോദ്യം 5A ആവശ്യപ്പെട്ടിരിക്കുന്ന വിവരം, താലൂക്ക്, സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഓഫീസിന്റെ പേര്, PSCക്ക് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ എണ്ണം, റിപ്പോർട്ട് ചെയ്ത തീയതി എന്നിങ്ങനെ പട്ടിക തിരിച്ച് ലഭ്യമാക്കാമോ എന്നുള്ളതാണ്. ആറാമത്തെ ചോദ്യം നമ്മുടെ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് വകുപ്പുകളിലേക്കുള്ള LD ക്ലർക്ക് സമാന തസ്തികകളിൽ തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ വന്ന NJD വേക്കൻസികളിൽ എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്തില്ല? എ. ബി. 6A ആവശ്യപ്പെട്ടിരിക്കുന്ന വിവരം, താലൂക്ക്, സ്ഥാപനത്തിന്റെ പേര് അങ്ങനെ തരംതിരിച്ച് ലഭ്യമാക്കാമോ എന്നുള്ളതാണ്. ഏഴാമത്തെ ചോദ്യം മേൽപ്പറഞ്ഞ വകുപ്പുകളിൽ തിരുവനന്തപുരം ജില്ലയിൽ LD ക്ലർക്ക് സമാന തസ്തികകളിൽ നിന്നും 2025 ജൂലൈ 31 മുൻപായി എ. പ്രൊമോഷൻ സാധ്യതകൾ ആകെ എത്ര എണ്ണമാണുള്ളത്? ബി. 7A ആവശ്യപ്പെട്ടിരിക്കുന്ന വിവരം, താലൂക്ക്, സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഓഫീസിന്റെ പേര്, പ്രൊമോഷൻ സാധ്യതയുള്ള വർഷവും മാസവും എന്നിങ്ങനെ പട്ടിക തിരിച്ച് ലഭ്യമാക്കാമോ? സി. ആകെ എത്ര റിട്ടയർമെന്റ് സാധ്യതകളാണുള്ളത്? ഡി. 7C ആവശ്യപ്പെട്ടിരിക്കുന്ന വിവരം, താലൂക്ക്, സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഓഫീസിന്റെ പേര്, റിട്ടയർമെന്റ് സാധ്യതകൾ അങ്ങനെ മാസം തിരിച്ചൊക്കെ നൽകാമോ എന്ന് ചോദിക്കുന്നതാണ്. എട്ടാമത്തെ ചോദ്യം 2021 ഒക്ടോബർ 5 ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് സർക്കുലർ പ്രകാരം പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് വകുപ്പുകളിൽ LD ക്ലർക്ക് സമാന തസ്തികയുമായി ബന്ധപ്പെട്ട് എ. എത്ര ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്തു? ബി. ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്ത തീയതി എന്നാണ്? സി. PSCക്ക് റിപ്പോർട്ട് ചെയ്യാത്ത ഒഴിവുകൾ എത്ര? ഡി. റിപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണ്? ഒൻപതാമത്തത് 2021 ഓഗസ്റ്റ് 5 മുതൽ ഈ അപേക്ഷ അവിടെ ലഭിക്കുന്നതുവരെ LD ക്ലർക്ക് തസ്തികയിൽ നിന്നും UD ക്ലർക്ക് തസ്തികയിലേക്ക് എ. എത്ര പ്രൊമോഷനുകൾ നടന്നു? അടുത്ത ബി. 9A ആവശ്യപ്പെട്ടിരിക്കുന്ന വിവരം, ദിവസവും ഓർഡർ നമ്പറും സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഓഫീസിന്റെ പേരും സഹിതം വ്യക്തമാക്കുക. 10ാമത്തെ ചോദ്യം നമ്മുടെ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് വകുപ്പുകളിൽ LD ക്ലർക്ക് സമാന തസ്തികയുമായി ബന്ധപ്പെട്ട് സീനിയോറിറ്റി പ്രൊമോഷൻ സംബന്ധിച്ച് സമാന രീതിയിൽ എ. ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട വേക്കൻസികളുണ്ടോ? ബി. ഉണ്ടെങ്കിൽ എത്ര വേക്കൻസികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത്? സി. അത്തരത്തിലുള്ള വേക്കൻസി ഡീറ്റെയിൽസ് അതുപോലെ സ്ഥാപനം, തസ്തിക, താലൂക്ക് സഹിതം വ്യക്തമാക്കാമോ? ഡി. അത്തരത്തിലുള്ള കേസ് ഡീറ്റെയിൽസ് നൽകാമോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു വിവരാവകാശമാണിത്. അതിൽ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ മറുപടി കഴിയുന്നതും വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നതോടുകൂടി അപേക്ഷ അവസാനിപ്പിക്കുന്നു. വിശ്വസ്തയോടെ കാൻഡിഡേറ്റിന്റെ പേര്, ഡേറ്റ്. അപ്പോൾ ഇതേമാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.